C4 കാർപ്പറ്റ്സ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ബ്രാൻഡഡ് കർട്ടനുകളുടെയും ഫർണിഷിംഗ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം 2 നിലകളിലായി ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ. കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം ഞങ്ങളുടെ ഷോപ്പാണ്. അത് നെറ്റ് കട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിനായിരിക്കും ഇത് കാർട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 130 സ്റ്റാർട്ടിംഗ് ആണ്. വിൻഡോ 130, ഡോർ 150, വെറും 20 രൂപ. 4 മാറ്റ് വെറും 79 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് വെറും 300 രൂപ. റിലയൻസിന്റെ 100% റിലയൻസിന്റെ 475 രൂപ 2 പീസിന്. C4 കാർപ്പറ്റ്സ്, ഒരു ദശാബ്ദത്തിന്റെ പാരമ്പര്യം. പള്ളുരുത്തിയുടെ സ്വന്തം C4 കാർപ്പറ്റ്സ്. നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചെന്നാരോപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ക്രൂരമർദ്ദനത്തിനെ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കൻ മാവുടിക്കാണ് മർദ്ദനമേറ്റത്. ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ വെച്ച് അനീസ് കീപ്പുറത്ത് എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അസീസിനെ മർദ്ദിക്കുകയായിരുന്നു. റോഡിൽ വെച്ച് അസീസിനെ അടിച്ചു വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ അസീസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് അസീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് NM അസീസിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് UDF നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. UDF ചെയർമാൻ KM കുഞ്ഞുബാവ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ ഷമീർ പനീക്കൽ, ബാബു ഏലിയാസ്, PM സക്കരിയ, അലി പടിഞ്ഞാറേച്ചാലിൽ, NM ഷംസുദ്ദീൻ, നാസർ വട്ടേക്കാടൻ, MV റജി, CM മീരാൻ, VM സത്താർ, അജീബ് ഇരമല്ലൂർ, ജാഫർ പോണക്കുടി, KS മൊയ്തീൻ, ഷഫീഖ് എടപ്പാറ, അജ്മൽ മാനിക്കൽ തുടങ്ങിയ നിരവധി UDF നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരമല്ല, പ്രവർത്തന ശൈലിയല്ല കോൺഗ്രസിന്റേതും ഐക്യ ജനാധിപത്യ മുന്നണിയുടേതും. NM അസീസിനെ പോലെയുള്ള ഒരാള് തലമുറകളായി പാരമ്പര്യമായി ഈ നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് കുടുംബവും കുടുംബ ബന്ധങ്ങളുമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഭാര്യയടങ്ങുന്ന 2 മക്കളടങ്ങുന്ന, ജീവിക്കാൻ ഇപ്പോഴും ഈ 62ാമത്തെ വയസ്സിലും തന്റെ ഉപജീവന മാർഗം സ്വയം കണ്ടെത്തി ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഒരു മനുഷ്യനെ എങ്ങനെയാണോ നിനക്ക് ആക്രമിക്കാൻ തോന്നിയത്? ആ മനുഷ്യനെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയുടെ കിടക്കയിൽ കിടക്കുന്ന കാഴ്ച ഞാൻ പോയി കണ്ടതാണ്. പ്രതീക്ഷയറ്റ കണ്ണുകൾ, കലങ്ങിയ കണ്ണുകൾ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രയാസം നമ്മളോട് തുറന്നു പറയാൻ കഴിയാത്ത രീതിയിൽ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.